മഹത്വത്തെ അറിയിച്ചുകൊണ്ട് എല്ലാവരെയും തൻ്റെ മഹത്വത്തിന് കീഴിൽ വരുത്തിയതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളെയും കർത്താവെ നിൻ്റെ മഹത്വത്തിന് കീഴിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞങ്ങളെ നയിക്കണമേ. തളർവാദ രോഗി, കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാനായി സാധിക്കും എന്ന് പറഞ്ഞതുപോലെ നിൻ്റെ മനസ്സിനെ, നിൻ്റെ ഹിതത്തെ അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ മുന്നോട്ട് വെക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ. തളർവാദ രോഗിയെ അവൻ്റെ സുഹൃത്തുക്കൾ കൊണ്ടുവന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ ഇടയിൽ ഭാരപ്പെടുന്നവരെ നിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് സൗഖ്യം നൽകുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ. കനാനിക്കാരിയായ സ്ത്രീയെ പോലെ വിശ്വാസ സ്ഥിരതയിലും എന്തെല്ലാം പ്രതിസന്ധികളും വ്യാകുലതകളും ബുദ്ധിമുട്ടുകളും വന്നാലും ദൈവമേ നിന്നോടുള്ള ഭക്തിയിലും വിശ്വാസത്തിലും തിരിച്ച് ഒട്ടും പുറകോട്ട് പോവുകയില്ല എന്ന ബോധ്യത്തോടുകൂടെ നിന്നെ തന്നെ ആരാധിക്കുവാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. കൂനിയായ സ്ത്രീ അവളൊന്നും ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും അവളുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തവനായ ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങളെയും ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ അറിയുന്നവനായ സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നന്മകളെയും നീ അറിയുന്നുവല്ലോ. നിശ്ചയമായും ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മികച്ചതിനെ നീ ഞങ്ങൾക്ക് തരുമെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. കർത്താവേ, പിറവിക്കുരുടൻ അവൻ്റെ അജ്ഞതയിൽ നിന്നെ അറിയുകയും രോഗസൗഖ്യം ലഭിച്ചതോടെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നിനക്ക് മഹത്വം കരയറ്റിയതുപോലെ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തെ അറിയാത്ത മനുഷ്യരുടെ ഇടയിൽ പോലും ദൈവമേ നീ ഇടപെട്ടുകൊണ്ട് നിന്റെ മഹത്വത്തെ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നോമ്പിൻ്റെതായ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് രക്ഷാകരമായ ഉയർപ്പിനെ ഞങ്ങൾ അനുസ്മരിക്കുമ്പോൾ ദൈവമേ എന്നോടുകൂടെ ആ ഉയർപ്പിൻ്റെ വിജയത്തിൽ, ആ ഉയർപ്പിൻ്റെ സ്നേഹത്തിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും നീ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തുതിയും ആരാധനയും ബഹുമാനവും ആധിപത്യവും ഞങ്ങൾ കരയറ്റുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. 36 ദിവസങ്ങൾ ഞങ്ങളുടെ നോമ്പനുഷ്ഠാനത്തിലൂടെ ദൈവത്തിൻ്റെ അദൃശ്യമായ ശക്തി ഞങ്ങളിൽ പ്രവഹിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കട്ടെ. ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ മനുഷ്യരാണോ ഞങ്ങൾ? പാപത്തിൽ അടിമപ്പെട്ട മനുഷ്യരാണോ ഞങ്ങൾ? ദൈവത്തിൻ്റെ കൃപയെ നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണോ ഞങ്ങൾ? ദൈവമേ, ഇന്ന് ഈ രാത്രികാലം ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രകാശത്തിൻ്റെ മക്കളായി പ്രശോഭിതരാകുവാൻ തക്കവണ്ണം ഇന്ന് ഈ ആരാധനയിലൂടെ ഞങ്ങളെ സാധ്യമാക്കണമേ. ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നത് സ്തുതിയും സ്തോത്രവും മഹത്വവുമാണ്. കർത്താവേ, ഞങ്ങളുടെ ആരാധനകളെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്നതാണ്. ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ ദൈവത്തോട് പറഞ്ഞതുപോലെ നമുക്ക് ദൈവസന്നിധിയിൽ നന്നായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക വിശ്വാസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയണം. ദൈവമേ, ഈ നോമ്പ് കാലം ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ക്രൂശിന്റെ മുമ്പിൽ ഈ തിരികളുമായി ഞങ്ങൾ ഇന്ന് നിൽക്കുകയാണ്. കർത്താവേ, ഞങ്ങളേറെ ബലഹീനരാണ്. ഞങ്ങളേറെ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ നോമ്പനുഷ്ഠാനത്തിൽ യഥാർത്ഥമായി ഞങ്ങൾക്ക് നോമ്പ് അനുഷ്ഠിക്കുവാനായിട്ട് സാധിക്കാതെ വന്നിട്ടുണ്ട്. പ്രാർത്ഥനകളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ട്. വചനം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട് ഞങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്. ഞങ്ങളുടെ ജഡിക മോഹങ്ങൾ കൊണ്ട് ഞങ്ങൾ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. ദൈവമേ, നിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഞങ്ങളെ ശക്തരാക്കുവാൻ, ദൈവത്തിൻ്റെ പ്രകാശവും തേജസ്സും അനുഭവിക്കുന്ന
കൃപയിലേക്ക് ചേരുവാൻ ഞങ്ങളെല്ലാവരെയും നീ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ഇടവക അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആരാധനയിലായിരിക്കുന്ന ഈ കൂട്ടത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തിന്റെ കൃപകളെ പ്രാപിക്കാം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇന്ന് ഈ രാത്രികാലം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്തുതിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവും ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഉയർപ്പിന്റെ വലിയ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. കർത്താവേ, അവിടെ യെരൂശലേമിലേക്ക് പ്രവേശിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ ഓശാനകളെ പാടുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. കഷ്ടാനുഭവാഴ്ചകളിലൂടെ ദൈവത്തിന്റെ ക്രൂശിന്റെ ചുവട്ടിലിരുന്ന് ധ്യാനിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമേ, അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയ സന്ദേശത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ഉണ്ടാകുവാനായിട്ട് ഈ ശുശ്രൂഷ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഗായക സംഘം ഇപ്പോൾ പാട്ട് പാടുന്നതായിരിക്കും. സ്വർഗീയപിതാവാം ദൈവമേ, ദൈവത്തിൻ്റെ യഥാർത്ഥമായ പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഈ അനുഗ്രഹീത പെരുന്നാൾ ആഘോഷിക്കാൻ സംഗതിയാക്കണമേ. ഈ കൂടിവരവുകളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന വലിയ കൃപയുമായിരിക്കും. നിന്റെ അത്ഭുതങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂനിയായ സ്ത്രീ ദൈവാലയത്തിൽ വന്നപ്പോൾ ക്രിസ്തു അവളെ കണ്ട് നിന്റെ കൂന് നിവർക്കുവാൻ തക്കവണ്ണം ശക്തി പ്രവഹിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ചില കൂനുകൾ, ഞങ്ങളുടെ ചില അന്ധതകൾ, ഞങ്ങളുടെ ചില രോഗങ്ങൾ,
ഞങ്ങളുടെ ചില പ്രതിസന്ധികളൊക്കെ മാറ്റി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമർപ്പിക്കട്ടെ. വിദേശ രാജ്യങ്ങളിൽ സമാധാനമില്ലാത്തൊരവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ വിദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സമാധാനം അവർക്ക് ലഭ്യമാകണമേ. ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവരെ കാത്തു പരിപാലിക്കണമേ. അവരുടെ അധ്വാനങ്ങളെയും പ്രയത്നങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ കൂടി വരവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാനും ഇതിനായി പരിശ്രമിച്ചവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൂടുതൽ നന്മകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കൃപയും സമാധാനവും നിന്ന് സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.